അച്ഛൻ വലിയ ടെൻഷനിലാണെന്നും അച്ഛന്റെ മനസ്സിലൊരു യുദ്ധം നടക്കുകയാണെന്നും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. നീ പറഞ്ഞത് ശരിയാ. സത്യം പറഞ്ഞ ഇപ്പോഴും എന്റെ മനസ്സൊരു യുദ്ധഭൂമിയാണ്. മോളെ, ഇലക്ഷൻ കഴിഞ്ഞ ജനവധി നമുക്ക് 100% അനുകൂലമായിട്ടും എനിക്ക് മാത്രം ടെൻഷൻ. ഞാൻ ഇനി അധികാരത്തിൽ വരണോ എന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ നടക്കുന്ന യുദ്ധം. ഇതെനിക്ക് തോന്നി. ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് തോന്നിയത്. അച്ഛൻ വളരെ കോൺഫിഡന്റ് ആവണം. അച്ഛൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നുള്ള അവരുടെ തീരുമാനം അച്ഛൻ തന്നെ തള്ളിക്കളയരുത്. അച്ഛാ, അച്ഛൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നം മാത്രമല്ല, അത് അച്ഛനെ വിശ്വസിച്ച് ലക്ഷോപലക്ഷം പേരുടെ പ്രതീക്ഷകളാ. അച്ഛനൊരു സമരനായകന്, ഒരു പോരാളി. ഒരു കാലത്തൊന്നും അല്ലാതിരുന്ന അച്ഛൻ ഇത്ര ദൂരം നടന്നെത്തിയതെങ്ങനെയാ? അത് മടികൊണ്ടാണോ? പോരാട്ടം കൊണ്ട് തന്നെയല്ലേ? അച്ഛൻ നേതാവായതോ MLA ആയതോ അധികാരം പിടിക്കാൻ മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്. അത് വിട്ടുമാറുന്നത് അച്ഛന്റെ വഴിയല്ല. അച്ഛൻ എന്തോന്നും മിണ്ടാത്തത്? നീ പറയല്ലേ? നീ പറയൂ, ഞാൻ കേൾക്കാം. ഇങ്ങനൊരവസരം ഇനി അച്ഛന്റെ ജീവിതത്തിൽ വരാനിടയില്ല. ഇതച്ഛൻ നഷ്ടപ്പെടുത്തിയ കാലം പോലും അച്ഛനോട് ക്ഷമിച്ചെന്ന് വരില്ല. വോട്ട് ചെയ്തവർക്ക് അച്ഛൻ പ്രതാപവർമ്മ എന്ന മനുഷ്യൻ മാത്രമല്ല, അവർക്ക് അച്ഛനൊരു ശുഭപ്രതീക്ഷയാ. ഞാൻ അഭിമാനിച്ചിരുന്ന എന്റെ അച്ഛൻ ആദർശധീരനായ പഴയ പ്രതാപവർമ്മയാ. ഇങ്ങനെ പതറി നിൽക്കുന്ന ഒരാളല്ല. അച്ഛൻ ഈ നാടിന്റെ മുഖ്യമന്ത്രി ആകുന്നു തന്നെയാ എന്റെ പ്രതീക്ഷ. അത് ഈ മകളുടെ സ്വകാര്യ അഹങ്കാരത്തെക്കാൾ ഉപരി ഒരു നാടിന്റെ നല്ല കാല സ്വപ്നമാണ്. അച്ഛൻ തീരുമാനം മാറ്റരുത്. അതേ എനിക്ക് പറയാനുള്ളൂ.